പീഡാനുഭവ ധ്യാനത്തിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ കുരിശിലെ മൊഴിയുടെ അവസാനത്തെ 3 പ്രധാനപ്പെട്ട വാചകങ്ങളാണ്. അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. രണ്ടാമതായി അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. മൂന്നാമതായി, പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്താണ് സത്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഈ വാക്കുകൾ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്? ഒന്നാമതായി, എനിക്ക് ദാഹിക്കുന്നു. നമ്മൾ ഓർക്കണം, 3 മണിക്കൂർ സമയത്തിലധികം കുരിശു യാത്ര നടത്തിയ ഈശോ 3 അല്ല 30 പ്രാവശ്യം വീഴുകയും കുരിശോടുകൂടെ എഴുന്നേൽക്കുകയും ചെയ്ത ഈശോ കുരിശിൽ കിടക്കുന്ന അവസാന മണിക്കൂറിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിക്കുന്നതാണോ? തീർച്ചയായിട്ടുമല്ല. ചിലർ അതിനെ വ്യാഖ്യാനിക്കുന്നു, ആത്മാക്കൾക്ക് വേണ്ടി അവൻ ദാഹിക്കുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നതും കുരിശിൽ കിടന്നുകൊണ്ടാണോ? അതുമാകണമെന്നില്ല. പിന്നെ എന്താണ് ഈശോ കുരിശിൽ കിടന്ന് ദാഹിക്കുന്നുവെന്ന് പറയുന്നത്? ഇത് നാം മനസ്സിലാക്കണമെങ്കിൽ പീഡാനുഭവത്തിൻ്റെ തലേ രാത്രി നടന്ന സംഭവവും പിറ്റേ ദിവസം നടന്ന സംഭവവും തമ്മിൽ നമ്മൾ ഈ വാചകങ്ങളെ കൂട്ടിച്ചേർക്കണം. പീഡാനുഭവത്തിൻ്റെ തലേ രാത്രി പെസഹായുടെ ദിവസമാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ അരുമ ശിഷ്യരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവൻ പെസഹ ആചരിച്ചു. പെസഹായുടെ ഭക്ഷണവും കാൽവരിക്കുന്നിലെ ഈശോയുടെ കുരിശു മരണവും അഭേദ്യമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ചിലരെങ്കിലും, പ്രത്യേകിച്ചും ചില പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, ഈശോയുടെ കുരിശു യാത്രയുടെ തലേ ദിവസം നടന്നത് വെറും ഒരു വിരുന്നാണ് എങ്കിൽ. സഹോദരങ്ങളെ ഓർക്കണം, അതൊരു വെറും വിരുന്നാണ് എങ്കിൽ പിറ്റേ ദിവസം കാൽവരിക്കുന്നിൽ നടന്നത് രക്ഷകൻ്റെ കുരിശുമരണമല്ല, മറിച്ച് വെറും ഒരു തെറ്റുകാരൻ്റെ, ഒരു തടവുപുള്ളിയുടെ പീഡനം മാത്രമാണ്, റോമൻ എക്സിക്യൂഷൻ മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവ തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സാധാരണയായി യഹൂദരുടെ പെസഹായ്ക്ക് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ 4 ഘട്ടങ്ങളായിട്ടാണ് അവർ ചെയ്യുന്നത്. ഒന്നാമത്തെ ഘട്ടം കഴിയും, പാനപാത്രത്തിൽ നിന്ന് ആദ്യം കുടിക്കും, രണ്ടാമത് കുടിക്കും, മൂന്നാമത് കുടിക്കും, വീണ്ടും 4-മതും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്താണ് പ്രത്യേകിച്ചും അവർ ഈ പെസഹ ആചരണം പൂർത്തിയാക്കുന്നത്. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് കഷ്ടതയനുഭവിച്ചതും ദൈവത്തിൻ്റെ അതുല്യമായ ശക്തി വഴിയായി മോസസിലൂടെ കാനാൻ ദേശത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട ജനത പ്രവേശിച്ച സംഭവവുമാണ് പെസഹായുടെ ദിനം ആചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്നാമത്തെ ഘട്ടം സംഭവിക്കുന്നത് ഇതാണ്. ആദ്യം ഇവർ കയ്പുള്ള ഇലകളും ഏതാനും ഫലങ്ങളും കഴിക്കും. കയ്പുള്ള ഇലകളും ഫലങ്ങളും ഭക്ഷിക്കുന്ന സമയത്ത് ഇവർ സ്മരിക്കുന്നത് അടിമത്തത്തിൻ്റെ കാലത്തെയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഫറവോയുടെ കീഴിൽ കഴിയുന്ന സമയത്ത് കയ്പ് നിറഞ്ഞ അനുഭവങ്ങളാണ് അധികവും അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കയ്പുള്ള ഇലകളും ഫലങ്ങളും അവർ ഭക്ഷിക്കുന്നത്. ഇത് ഓർത്ത് ഇത് ഭക്ഷിച്ച് ആദ്യത്തെ പാനപാത്രം ഇവർ കുടിക്കും. ഇതോടുകൂടി പെസഹ ആചരണത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാകും. ഇനി 2-ാം ഘട്ടത്തിൽ അവർ ചെയ്യുന്നത്, പുറപ്പാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഇസ്രയേൽ ജനത്തെ ദൈവം എങ്ങനെയാണ് മോചിപ്പിച്ചത് എന്നുള്ള പുറപ്പാട് സംഭവത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും മഹാമാരികൾ അയച്ചിട്ടും ഫറവോയും കൂട്ടരും മാനസാന്തരപ്പെടാതെ ദൈവത്തിൻ്റെ ജനത്തെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചപ്പോൾ ദൈവം സംഹാരദൂതനെ പറഞ്ഞു വിട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ സംഹാരദൂതനെ സ്മരിക്കുന്നതും ഈ 2-ാമത്തെ ഘട്ടത്തിലാണ്. ഈ 2-ാമത്തെ ഘട്ടം സ്മരിച്ച് പാനപാത്രത്തിൽ നിന്ന് അവർ കുടിച്ച് 113-ാമത്തെ സങ്കീർത്തനം അവർ ഒന്ന് ചേർന്ന് ആലപിക്കും. 113-ാമത്തെ സങ്കീർത്തനം ദൈവത്തെ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ്. ഓ ദൈവമേ, നിന്നേക്കാൾ വലിയവനായ ആരുമില്ല, നിനക്ക് സമനായ ആരുണ്ട്,
നീയാണ് മഹത്വവാനായ ദൈവം, നിനക്ക് മുമ്പിൽ തല ചായ്ക്കാത്തവർ ആരാണുള്ളത് എന്ന് തുടങ്ങുന്ന സങ്കീർത്തന ഭാഗം ഒരുമിച്ച് ചേർന്ന് അവർ പാടും. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് കപ്പ് ഓഫ് ബ്ലെസ്സിങ് എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് അവർ പാനപാത്രമെടുത്ത് ബ്ലെസ് ചെയ്ത് ആശീർവദിച്ച് ഭക്ഷിക്കുന്നത്, ഈ പാനം ചെയ്യുന്നതും. ഈ ഭാഗത്തെക്കുറിച്ചാണ് മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് യഹൂദരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പെസഹ ഭക്ഷണത്തിലെ ഏറ്റവും മെയിനായ കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സമയത്താണ് അവർ കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിൻ്റെ ഭക്ഷണം, കുഞ്ഞാടിൻ്റെ മാംസം അവർ ചുട്ട് ഭക്ഷിക്കുന്നത്. കുഞ്ഞാടിനെ കൊല്ലുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. അതിനെ മുഴുവൻ അറുത്ത് കൊല്ലാൻ പാടില്ല, മറിച്ച് അതിൻ്റെ കീഴ്ഭാഗം മുതൽ മുറിച്ചിട്ട് അവർ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അതൊരു കുരിശാകൃതിയിലാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. എന്നിട്ട് ചുട്ടെടുത്താണ് കൊണ്ടുവന്ന് അതിൽ നിന്ന് പൊതുവായി ഭക്ഷിക്കുന്നതും ഒപ്പം അവർ അപ്പം ചേർത്ത് അവയെ, ആ ഭക്ഷണത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതും. ഈ സമയം ഈ കാസ ഈശോ എടുത്തു, ഈശോ അത് ബ്ലെസ് ചെയ്തു. ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. അവർ എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ഇത് പറഞ്ഞ് സ്തോത്രഗീതം ആലപിച്ച് അവൻ ഒലിവുമലയിലേക്ക് പോയി. ഇതാണ് മർക്കോസ് 14:23 നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഓർക്കണം, യഹൂദരുടെ പെസഹ പൂർത്തിയാകാൻ 4ാമതൊരു ഘട്ടം കൂടിയുണ്ട്. എന്താണ് ആ ഘട്ടം? ഇത് അവരുടെ ഭക്ഷണത്തിൻ്റെ ക്ലൈമാക്സ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്താണ് 114 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ അവർ പാടും. ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ സ്നേഹത്തോടെ യാഹുവയായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്മരിക്കും. എന്നിട്ട് ഈ സങ്കീർത്തന ഭാഗങ്ങൾ പാടി 4ാമതും പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് പെസഹ ഭക്ഷണം പൂർത്തിയാക്കുന്നു. അവർ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. സഹോദരങ്ങളെ, എന്നാൽ ഈശോ അന്ന് പെസഹ ആചരിച്ചപ്പോൾ 4ാമത്തെ പാനപാത്രം അവൻ കുടിച്ചില്ല. അതാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് കാണുന്നത്. അവൻ 3ാമത് കുടിച്ചിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് അവൻ ഒലിവുമലയിലേക്ക്, അവൻ പിന്നീട് ഗെത്സമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഈശോ പെസഹ ഭക്ഷണം പൂർത്തിയാക്കിയില്ലേ? അവൻ പൂർത്തിയാക്കുന്നത് കാൽവരി കുന്നിലാണ്. അതുകൊണ്ടാണ് പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും അത്ര കണ്ട് മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. തലേ ദിവസം എന്ത് അവൻ പറഞ്ഞുവോ, എന്ത് അവൻ ഭക്ഷണമായി പകർത്തിയോ, അതാണ് പിറ്റേ ദിവസം എല്ലാവരുടെയും പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ ക്രിസ്തു കാൽവരി കുന്നിൽ കുരിശുമരത്തിൽ ഉയർത്തപ്പെട്ടത്. യഹൂദരിൽ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായമുണ്ട്. പുരോഹിതരുടെ അടുത്തേക്ക് ആടുകളെ കൊണ്ടുവരും. ഈ ആടുകളിൽ പാപങ്ങൾ ആരോപിക്കും, കുറ്റങ്ങൾ ആരോപിക്കും. അപ്പോൾ ആ ആണ്ടിൽ നടന്ന മുഴുവൻ പാപങ്ങളും മനുഷ്യർ, വിശ്വാസികൾ ജെറുസലേമിൽ വന്ന് കുറ്റങ്ങളും പാപങ്ങളും അതിൽ ആരോപിച്ച് അവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. എന്നിട്ട് ഈ ആടിനെ അവർ നോക്കത്താ ദൂരത്തേക്ക് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടും. ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈശോ കുരിശിൽ മരിച്ച ആ ആണ്ടിൽ മാത്രം ആ ആട് തിരിച്ചു വന്നു. സാധാരണയായി ആടുകൾ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അവ ഒരിക്കലും തിരിച്ചു വരികയില്ല. അവ നോക്കത്താ ദൂരത്ത് പോകുന്നത് വരെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. നോക്കുന്നതിനാണ്, ഇതാ തങ്ങളുടെ പാപങ്ങളൊക്കെ ഈ ആടിൽ ആരോപിച്ചു, ഇനി തങ്ങൾ പാപവിമുക്തരാണ്, പുതിയ സൃഷ്ടിയാണ്, പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം.
പെസഹ ഭക്ഷണത്തോടുകൂടി അവർ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ അന്ന് ആട് തിരിച്ചു വന്നു. എന്തായിരിക്കും കാരണം? ആ ആണ്ടിൽ എന്നു മാത്രമല്ല, ഇനി മുതൽ കുഞ്ഞാട് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:29 യേശുവിൻ്റെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇനി വേറൊരു കുഞ്ഞാടിൻ്റെ മേൽ കുറ്റമാരോപിക്കേണ്ട ആവശ്യമില്ല. വേറൊരു കുഞ്ഞാടിനെ കൊല്ലേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ജെറുസലേം ദേവാലയം മണം കൊണ്ടറിയാമെന്ന്. നമുക്കറിയാം, ഒരു ദേവാലയം മണം കൊണ്ടല്ല നമ്മൾ അറിയുന്നത്, സ്ഥലം കൊണ്ടാണ് അറിയുന്നത്. പക്ഷേ ജെറുസലേം ദേവാലയം മണം കൊണ്ടറിയാം. എന്തുകൊണ്ടാണത്? 100 കണക്കിന് ആടുമാടുകളെ കുറ്റങ്ങളും പാപങ്ങളും ആരോപിച്ച് ബലിയർപ്പിക്കുന്നത് കൊണ്ട് അവയുടെ രക്തം മനുഷ്യനിൽ വന്ന് അടിക്കും, അവന് കിട്ടും. അതുകൊണ്ടാണ് മണം കൊണ്ടറിയാമെന്ന് പറയുന്നത്. എന്നാൽ ഈശോയുടെ കാൽവരിക്കുന്നിലെ മരണത്തിന് ശേഷം ഇനിയൊരു ആടിനെ നിങ്ങൾ ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല, ഇനി മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ബലിവസ്തുവും മൃഗവും നിത്യപുരോഹിതനുമായി കാൽവരിക്കുന്നിൽ അവൻ ബലിയായി അർപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് നേരത്തെ കേട്ട വചനത്തിലേക്ക് മടങ്ങിപ്പോകാം. അവൻ കുരിശിൽ കിടക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. അനന്തരം എല്ലാം പൂർത്തി ആയി എന്ന് കണ്ടപ്പോൾ തിരുവെഴുത്തുകൾ പൂർത്തിയാകുന്നതിന് വേണ്ടി അവൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എല്ലാം ഏതാണ്ട് അവസാനിച്ചു എന്ന് കണ്ടപ്പോൾ തിരുവെഴുത്തുകൾ പൂർത്തിയാകുന്നതിന് വേണ്ടി കാൽവരിക്കുന്നിലെ ഈശോ കുരിശിൽ കിടക്കുന്ന അവസാന മണിക്കൂറിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഉടനെ തന്നെ ഒരു പാത്രം വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അതിൽ നീർപ്പഞ്ഞി മുക്കി ഹീസോപ്പിൻ്റെ തണ്ടുപയോഗിച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. അവനത് സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. അപ്പോൾ എന്തിനാണ് അവൻ ദാഹിച്ചത്? അവൻ ദാഹിച്ച അവൻ്റെ 4-ാമത്തെ പാനപാത്രം എന്ന് പറയുന്നത് അവൻ്റെ മരണമാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? എനിക്ക് ഇനിയും ഒരു മാമോദീസ മുങ്ങുവാനുണ്ട് എന്ന് അവൻ പലയാവർത്തി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് ഓർമ്മിപ്പിച്ച കാര്യം എന്താണ്? ആ മാമോദീസ കാൽവരിക്കുന്നിലെ ഈ ബലിയാണ്, ഈ യാഗമാണ്. ഇതുപോലെ തന്നെ ഇവൻ്റെ ദാഹം എന്ന് പറയുന്നത് മരണമാണ്. നമ്മുടെ മരണവും യേശുവിൻ്റെ മരണവും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്: നമ്മൾ മരിക്കുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ ഈശോ അവൻ ദൈവകുമാരനായതുകൊണ്ട്, അവൻ ദൈവം തന്നെ ആയതുകൊണ്ട് അവൻ തീരുമാനിച്ചെങ്കിലേ അവൻ മരിക്കൂ. എത്ര മുറിവേറ്റാലും അവൻ 3 മണിക്കൂർ സമയം കൊണ്ട് 100 കണക്കിന് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും, റിലീജിയസായ ലോകത്തിലുള്ളതും സെക്കുലറായ ലോകത്തിലുള്ളതുമായ 100 കണക്കിന് പ്രവചനങ്ങളാണ് രക്ഷകനെക്കുറിച്ചുള്ളത് കാൽവരിക്കുന്നിൽ പൂർത്തിയാകുന്നത്. അവൻ പറഞ്ഞു, ഇതാ എല്ലാം പൂർത്തിയായി. അവനെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ പിന്നെ പൂർത്തിയാക്കാൻ വേണ്ടി വേറൊരു പ്രവാചകൻ്റെ അവതരണത്തിന് സാധ്യതയില്ല. കാരണം എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം അവനിലാണ്. വേറെ ദൈവസങ്കല്പങ്ങളുടെ ആവശ്യമില്ല. കാരണം അവനിലെല്ലാം പൂർത്തിയാവുകയാണ്. തുടർന്ന് അവൻ പറഞ്ഞു, പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. ഒരു യഹൂദ സ്ത്രീ തനിക്ക് ജനിക്കുന്ന കുഞ്ഞിൻ്റെ കാതിൽ ആദ്യം ഓതിക്കൊടുക്കുന്ന പ്രാർത്ഥനാമന്ത്രമാണ് ഇത്. മറിയം തീർച്ചയായും പ്രിയസുതനായ യേശുവിൻ്റെ കാതുകളിലെ മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. മകനെ, പ്രതിസന്ധികളുടെ സമയത്തും എല്ലാം കൊടുക്കുന്ന സമയത്തും ഇത് പറയണം. ഇതാ അവൻ പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ സ്വർഗത്തിലെ അപ്പ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് തല ചായ്ച്ച് അവൻ മരണം വരിച്ചു. സഹോദരങ്ങളെ, യേശുവിൻ്റെ ഈ യാഗത്തെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അവൻ നമുക്ക് വേണ്ടി മാറിയ കുഞ്ഞാടാണ്. അവൻ ദാഹിച്ചത് ഈ മരണത്തിന് വേണ്ടിയിട്ടാണ്. ഹീസോപ്പിൻ്റെ തണ്ടുപയോഗിച്ച് അവൻ്റെ ചുണ്ടോട് നീർപ്പഞ്ഞി അടുപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ തന്നെ സംഹാരദൂതനെ കടത്തിവിടുന്ന നേരത്ത് സംഹാരദൂതൻ ഏതെല്ലാം ഭവനങ്ങളിൽ തൊടുകയില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഏത് ഭവനത്തെയാണ് അത്? ആരുടെയൊക്കെ വീടിൻ്റെ മേൽപ്പടിയിലും
വാതിൽപ്പടിയിലും ഇതാ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഭവനത്തെ തൊടരുത്. അപ്പോൾ അന്ന് അവർ ചെയ്തതാണ്, കുഞ്ഞാടിനെ കൊന്ന് ഹിസോപ്പ് ചെടി ഉപയോഗിച്ചുകൊണ്ട് വാതിൽപ്പടിയിലും മേൽപ്പടിയിലുമായി അവർ ഇതാ രക്തം തളിക്കും. അപ്പോൾ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ മറ്റെല്ലാവരെയും വധിച്ച് നശിപ്പിച്ച് കളയുമെങ്കിലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം കാത്തുകൊള്ളുന്നു. ഇതിൻ്റെ സർവ്വപൂർത്തീകരണം നമ്മൾ കാണുന്നത് ഇതേ ഹീസോപ്പ് തടി ഉപയോഗിച്ചുകൊണ്ട് എന്നേക്കുമായ കുഞ്ഞാടായ അറുക്കപ്പെട്ട പെസഹാ കുഞ്ഞാടായ ഈശോ കാൽവരി കുന്നിൽ അർപ്പിക്കുന്ന സമയത്തും അവനോടും അടുപ്പിക്കുന്നുണ്ട് ഹീസോപ്പ് ചെടിയുടെ തണ്ട്. ആ തണ്ട് ഉപയോഗിച്ച് ഇനി മുതൽ അവൻ്റെ രക്തം ആരുടെ എല്ലാം മേൽ തളിക്കപ്പെടുന്നുണ്ടോ, ആരെല്ലാം ഇത് സ്വീകരിക്കുന്നുണ്ടോ, ഇത് പാനം ചെയ്യുന്നുണ്ടോ, ആരുടെ എല്ലാം ശരീരത്തിൻ്റെ ഭാഗമായി അവൻ മാറുന്നുണ്ടോ, അവരൊന്നും ഇനി തിന്മയുടെ ഭാഗമല്ല എന്നാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാ അങ്ങനെ അവൻ്റെ മരണം സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി കാൽവരി കുന്നിൽ നടന്നു. ഇതിന് രണ്ടാമത്തൊരു ഭാഗം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ധ്യാനിച്ചെങ്കിലേ ഈ ദിവസം പൂർണ്ണമാകൂ. സഹോദരങ്ങളെ, ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് മനുഷ്യർ അന്ന് കാൽവരിയുടെ പരിസരത്തിലും അകലെയുമായി കഴിഞ്ഞവർ എന്തെങ്കിലും ഒരു അത്ഭുതം അവൻ ചെയ്ത് മടങ്ങി വരുമെന്ന് കരുതി. കാരണം ഒട്ടേറെ മനുഷ്യന് പ്രതീക്ഷ കൊടുത്ത് അവൻ മനുഷ്യരെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുഴുവൻ പ്രതീക്ഷ മങ്ങിപ്പോയ ദിവസം കൂടിയാണ് സത്യത്തിൽ കാൽവരി കുന്നിലെ ഈശോയുടെ മരണ ദിവസമെന്ന് പറയുന്നത്. ഈശോയെ സംബന്ധിച്ചിടത്തോളം, ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വിജയത്തിൻ്റെ ദിവസമാണ്. കാരണം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവൻ ആധിപത്യങ്ങളെ മുഴുവൻ നിരായുധമാക്കി, സകലതിനെയും നിരായുധമാക്കിക്കൊണ്ട് കുരിശിൽ അവൻ വിജയം ആഘോഷിച്ചു. കുരിശ് വിജയത്തിൻ്റെ ആഘോഷമാണ്. പക്ഷേ അത് മനസ്സിലാകാത്ത മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ശിഷ്യന്മാർ ഉൾപ്പെടെ, അപ്പസ്തോലന്മാർ ഉൾപ്പെടെ, തൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ഒരുപാട് മനുഷ്യർക്ക് ഒട്ടേറെ നിരാശയ്ക്ക് സാധ്യതയായിട്ടത് മാറി. അവർ വിഷമിച്ചു. കാരണം ഇനി എങ്ങനെ ജീവിക്കും? യഹൂദരെ ഭയന്നെങ്ങനെ ജീവിക്കും? ഇത്രയും കാലം ജോലി പോലും വേണ്ടെന്ന് വെച്ച് ഈ മീൻപിടുത്തക്കാരൻ്റെ കൂട്ടത്തിൽ നടന്നത് മഹാ അബദ്ധമായോ? ഈ ആശാരിപ്പണിക്കാരൻ്റെ കൂട്ടത്തിൽ നടന്ന് യാത്ര ചെയ്തത് കഷ്ടമായോ എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ സഹോദരങ്ങളെ, 2 പേർ പ്രതീക്ഷ കൈവിടാതെ നിലനിന്നിട്ടുണ്ട്. ആ 2 പേരെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ 2 പേർ ആരാണ്? 1 അവൻ്റെ അമ്മയായ മറിയം, 2 അവൻ്റെ തിരുവുത്ഥാനത്തിന് സാക്ഷ്യം നൽകിയ മറിയം മഗ്ദലന. ഈ 2 മറിയമാരെ നമ്മൾ സ്മരിക്കണം. നമ്മൾ ഓർക്കുക, കാൽവരി കുന്നിൽ അന്ന് കീഴെ ആരൊക്കെയുണ്ട്? ഒരു പറ്റം സ്ത്രീകളാണ് സഹോദരങ്ങളെ അവിടെ ഉള്ളത്. ആകെ പേരിന് ഒരു പുരുഷനുണ്ട്, യോഹന്നാൻ. അവൻ ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അവൻ അമ്മ മറിയത്തിൻ്റെ കൈപിടിച്ചവിടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഓടി. ഒരു പറ്റം മറിയമാർ അമ്മ മറിയത്തോടൊപ്പം, മറിയം മഗ്ദലനയോടൊപ്പം. പേരിന് യോഹന്നാൻ. ബാക്കി എല്ലാവരും ഓടി ഒളിച്ചു. ഇതാ ഈ മറിയത്തിന് കൃത്യമായിട്ടറിയാം, സത്യത്തിൽ ഈ നടന്നു പോകുന്നവൻ, ഈ കുരിശിൽ മരിക്കുന്നവൻ ഉദ്ധാനം ചെയ്യുമെന്ന്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാൽവരി യാത്രയിൽ യേശുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് പരിപൂർണമായ ബോധ്യമുണ്ടായിരുന്നത് മറിയത്തിന് മാത്രമായിരിക്കും. നിങ്ങൾ ചോദിക്കും, എന്താണ് അതിനൊരു തെളിവ്? തെളിവ് നമ്മൾക്ക് അവളുടെ ജീവിതത്തിൽ നിന്ന് പിടികിട്ടും. നിങ്ങൾ നോക്കുക, പ്രിയസുതനായ ഈശോ മണിക്കൂറുകൾ കുരിശും വരിച്ചുകൊണ്ട് കാൽവരിക്കുന്നിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് പലയാവർത്തി അവൻ വീണിട്ടുണ്ട്, പലയാവർത്തി അവൻ അടികളേറ്റിട്ടുണ്ട്, ഒട്ടേറെ വിഷമതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചേൻ, ഒരു പെറ്റ അമ്മയ്ക്ക് ഒരു സ്വന്തം കുഞ്ഞ് നിലത്ത് വീഴുന്നത് കണ്ടാൽ നോക്കി നിൽക്കുക സാധ്യമാണ്? ഒരിക്കലും നിൽക്കില്ല. അവൾ ചാടി ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് ഏതൊരു അമ്മയ്ക്കാണ് മാറി നിൽക്കാൻ കഴിയുന്നത്? ഒരമ്മയ്ക്കും കഴിയില്ല. എന്നാൽ
അമ്മ മറിയം, ഈശോ അവളുടെ മുമ്പിൽ കിടന്നാണ് ആപാദ ചൂടം ഉച്ചി മുതൽ ഉള്ളംകാല് വരെ മുറിവേൽക്കുന്നത്. ഒട്ടേറെ അടിക്കപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, എല്ലാവരും തള്ളി മാറ്റുന്നുണ്ട്, പ്രിയപ്പെട്ടവരെല്ലാവരും ഓടി ഒളിക്കുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം മറിയം തൻ്റെ കൺമുമ്പിലിരുന്ന് കാണുന്നുണ്ട്. എന്നാൽ ഈ അമ്മ ഒട്ടും തകരാതെ ആ കുരിശ് യാത്രയിൽ പ്രിയസുതനോടൊപ്പം യാത്ര ചെയ്തു. അവൾ കുതിറി റോമൻ പടയാളികളുമായി യുദ്ധത്തിന് പോയില്ല. നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ പാരമ്പര്യത്തിൽ വെറോനിക്ക എന്ന് പറയുന്ന സ്ത്രീ, അവൾ എടുത്തുചാടി. കാരണം സ്ത്രീയുടെ ഹൃദയത്തിന് അത്ര കണ്ട് പിടിച്ചു നിൽക്കുക സാധ്യമല്ല. അവൾ എടുത്തു ചാടിയത് എന്തിനാണ്? ഈശോയുടെ മുഖം തുടയ്ക്കാൻ വേണ്ടി, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഈശോയുടെ മുഖം തുടയ്ക്കാൻ വേണ്ടി. ആരാണ് വെറോനിക്ക? പാരമ്പര്യമനുസരിച്ച് പറയുന്നത് പിലാത്തോസിൻ്റെ ഭാര്യയായ ക്ലോദിയായുടെ സഹോദരിയാണ് വെറോനിക്ക. അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, സ്വാധീനിക്കാനുള്ള കഴിവ് അവൾക്കില്ല. അതുകൊണ്ട് അവൾ എടുത്തു ചാടി. ഇവളെടുത്ത് ചാടിയിട്ടും മറിയമേ, നീ എന്തുകൊണ്ട് എടുത്തു ചാടിയില്ല? നിൻ്റെ പുത്രനല്ലേ, വെറോനിക്കയുടെ പുത്രനൊന്നുമല്ലല്ലോ. മറിയമേ, നിനക്ക് എങ്ങനെ കുരിശുയാത്ര പൂർണ്ണമാക്കാൻ കഴിഞ്ഞു? സ്വന്തം പുത്രൻ വീഴുന്നത് കണ്ടിട്ടും നീ എന്തുകൊണ്ട് എടുത്തു ചാടിയില്ല? നീ എന്തുകൊണ്ട് അവൻ്റെ കുരിശിനെ സഹായിക്കാൻ പോയില്ല? മറിയമേ, നീ എങ്ങനെ അത്രയും സമയം എല്ലാത്തിനെയും അതിജീവിച്ച് നിന്നു? വിസ്മയമാണ് സഹോദരങ്ങളെ, നമുക്ക് വിസ്മയമാണ്. മറിയത്തിനത് കഴിഞ്ഞത്. മറിയത്തിനറിയാം, ഈ ദുഃഖവെള്ളിക്ക് ശേഷം ദിവസങ്ങൾ പിന്നിട്ട് മൂന്നാം നാളെന്ന് പറയുന്നൊരു ദിവസമുണ്ടെങ്കിൽ കല്ലറകളെ പിളർന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. സഹോദരങ്ങളെ, സത്യത്തെ മൂടി വയ്ക്കുക സാധ്യമല്ല. കാരണം അസത്യത്തേക്കാൾ ശക്തം സത്യമാണ്. പ്രകാശത്തെ എല്ലാ കാലത്തേക്കും മറച്ചു പിടിക്കാൻ കാർമേഘങ്ങൾക്ക് കഴിയുകയില്ല. കാരണം കാർമേഘത്തിൻ്റെ എല്ലാ വഴികളെയും പൊട്ടിച്ചുകൊണ്ട് നിത്യസൂര്യനായ പ്രകാശം ഭൂമിയിലേക്ക് വഹിക്കുക തന്നെ ചെയ്യും. സ്നേഹത്തിന് വെറുപ്പിനേക്കാൾ എല്ലാ കാലത്തും എല്ലാ സംസ്കാരങ്ങളിലും ശക്തിയുണ്ട്. കാരണം അതാണ് ബലം. എങ്കിൽ ഇതാ കുഴിമാടത്തിന് കാവൽ പോലും ഏർപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് അറിയാം. ലോകത്തിൽ എന്തെങ്കിലും മനുഷ്യരെ കേട്ടിട്ടുണ്ടോ മനുഷ്യരെ കുഴിച്ചിട്ടിട്ട് കാവലേർപ്പെടുത്തുക? ഒരു കാവൽക്കാരനും തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല യേശുവിൻ്റെ തിരുവുത്ഥാനം. ഒരു കരിമ്പാറയ്ക്കും മറച്ചു പിടിക്കാൻ പറ്റുന്നതല്ല യേശുവെന്ന ദൈവകുമാരൻ്റെ തിരുവുത്ഥാനം. അതുകൊണ്ട് മറിയത്തിനറിയാം, ഇതിനെല്ലാം ശേഷം അവൻ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന്. ഓ മറിയമേ, നീ സൂക്ഷിച്ച നിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതുപോലെ തന്നെയാണ് മറ്റൊരു മറിയം മഗ്ദലനയും. അവളും ദുഃഖശനിയാഴ്ചയും ഉയർപ്പിൻ്റെ ഞായറിൻ്റെ പ്രഭാതത്തിലും പോകുന്നുണ്ട് കുഴിമാടത്തിലേക്ക് വലിയ താല്പര്യത്തോടു കൂടി. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണം അവൾക്ക് ആദ്യമേ ലഭിക്കുന്നുവെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. സഹോദരങ്ങളെ, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്ത്, പ്രത്യാശ ഒരുപാട് മറഞ്ഞു പോകുന്ന സമയത്ത് ചേർത്ത് പിടിക്കാൻ വേണ്ടിക്കൂടിയാണ് ഈശോ കുരിശിൽ നമുക്ക് അമ്മയെ തന്നത്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ദുഃഖശനിയിൽ സഭ എങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദുഃഖശനി അമ്മയുടേതായിരുന്നു. അമ്മയാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും വിശ്വസിച്ച സമൂഹത്തെയും ചേർത്ത് പിടിച്ചു നിന്നത്. അതുകൊണ്ട് ദുഃഖശനി അമ്മ കാത്ത ശനിയായതുകൊണ്ട് ആണ്ടുവട്ടത്തിലെ എല്ലാ ശനിയാഴ്ചയും അമ്മ മറിയത്തിന് കൊടുക്കുന്നതായിട്ട് മാറി. നമുക്ക് സ്നേഹത്തോടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളുടെ പിറകിലും ഒതുക്കപ്പെടുന്ന സമയത്തും ക്രൂശിക്കപ്പെടുന്ന സമയത്തും മൂന്നാം നാൾ എന്ന് പറയുന്നൊരു ദിവസമുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും ഉദ്ധാനം ചെയ്യും എന്ന വിശ്വാസം നമുക്ക് സൂക്ഷിക്കാം. എൻ്റെ മനസ്സിലേക്ക് വരുന്ന വ്യക്തി ഫാദർ സാജൻ എന്നുള്ള മാർത്തോമാക്കാരൻ, ഒരു വൈദികനാണ്. അദ്ദേഹം ക്യാൻസർ പിടിച്ച് വെല്ലൂർ കിടക്കുന്ന സമയത്ത് ഏറെ വിഷമിക്കുന്ന രാത്രിയിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം തുറന്ന് വായിച്ചു. ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഇത് അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷ കൊടുത്തു. അദ്ദേഹം പിന്നീട് ക്യാൻസറിൻ്റെ പിടിയിൽ അമരുന്ന സമയത്തും വേദനയുടെ സമയത്തും അദ്ദേഹം ഈ വരികളെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രാർത്ഥന വരികളാക്കി ചേർത്തു. അദ്ദേഹം ഇങ്ങനെ എഴുതി: ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, എങ്കിൽ ദൈവമേ ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഈശോ, നീ അടികളേറ്റ് മുറിവുകളേറ്റ് ശേഷം മൂന്നാം നാൾ ഉദ്ധാനം ചെയ്തുവെങ്കിൽ
ഈ പാവപ്പെട്ട വൈദികനെ പ്രതീക്ഷ കൊടുത്ത് പുതുജീവനിലേക്ക് നീ കൊണ്ടുവന്നുവെങ്കിൽ, അമ്മ മറിയത്തെയും മറിയം മഗ്ദലനയെയും അവിടുന്ന് അനുഗ്രഹീതരാക്കി മാതൃകയാക്കി ഞങ്ങളുടെ മുമ്പിൽ വെച്ചുവെങ്കിൽ, ഈശോ ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കരുത്ത് തരണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തുതിക്ക നിന്നാദരേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആശ്രയിപ്പാ യോഗ്യനാമേശുവേ, ആശ്വാസമാ നീ മതി എന്നുമേ. ആശ്രയിപ്പാൻ യോഗ്യനാമേശുവേ, ആശ്വാസമായി നീ മതി എന്നുമേ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദിവ്യകാരുണ്യ ഈശോ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ബലിയും ബലിവസ്തുവും നിത്യപുരോഹിതനുമായവൻ ഇതാ നമ്മുടെ മുമ്പിൽ സ്നേഹത്തോടെ എഴുന്നള്ളിയിരിക്കുന്നു. ഇനി മറ്റൊരു ബലിയുടെ ആവശ്യമില്ല, ഇനി മറ്റൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടി യാഗമായി തീർന്നവൻ തന്നെ തന്നെ സമർപ്പിക്കേണ്ട സമയമായി. കുരിശിൽ മരിക്കേണ്ടതിൻ്റെ തലേ രാത്രി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണത്തെ എല്ലാം ചേർത്ത് പിടിച്ച് അവൻ പെസഹ ഭക്ഷിച്ചു. ഓ ഈശോയെ, വരാനിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടി ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഒരപ്പവും ഒരു ചഷകം വീഞ്ഞും മാറ്റിവെച്ചുവെങ്കിൽ, അന്ന് ആ പെസഹ ഭക്ഷണത്തിൻ്റെ സമയത്ത് അവിടുന്ന് ആ അപ്പവും വീഞ്ഞുമെടുത്ത് പറഞ്ഞു, ഇതാണ് എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ രക്തം, ഇത് ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്, ഇത് പാനം ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും.
ഓ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി അപ്പമായി തീർന്ന നിൻ്റെ സ്നേഹത്തെ ഈ സമയം ഞങ്ങൾ ധ്യാനിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു: ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യനായി അവതരിച്ചു. ഒരു പടി കൂടി അവിടുന്ന് പെസഹായുടെ രാത്രിയിൽ മാറി മനുഷ്യനായുള്ള സമാനതയും നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിക്കാതെ നീ അപ്പമായി, ഭക്ഷണമായി. ഓ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ഇത്ര കണ്ട് മനോഹരമായ ഭക്ഷണമാകുവാൻ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഞങ്ങൾ നിനക്ക് വേണ്ടി ഒന്നും നഷ്ടമാക്കിയിട്ടില്ല. ഓ ഈശോ, എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ. എന്നിട്ടും നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. എന്നിട്ടും നീ നിന്റെ സ്വർഗത്തിൻ്റെ പ്രതാപം മുഴുവൻ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നുവല്ലോ. എന്നിട്ടും നീ ഭക്ഷണമായി മാറിയല്ലോ. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഈ അനുഗ്രഹീതമായ ദിവസം ലോകത്തിലുടനീളം നടക്കുന്ന ആരാധനകളോട്, പരിശുദ്ധമായ ബലികളോട് കൂട്ടുചേർന്ന് എല്ലാ അൾത്താരകളിലും എഴുന്നള്ളുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ ചേർത്ത് വെച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാടിനെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? നിങ്ങളെന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു. ശരിയാണ്, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് ഞാനെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. ഞാൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങളും പ്രവർത്തിക്കണം. ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും വലുതാകാനുള്ള യുദ്ധത്തിലാണ്. എന്നാൽ പെസഹായിൽ നീ ഞങ്ങളോട് പറഞ്ഞു, അല്ല, അപ്പമായി തീരുന്നതിലാണ് മഹത്വം ഇരിക്കുന്നത് എന്ന്, ചെറുതാകുന്നതിലാണ് മഹത്വം ഇരിക്കുന്നത് എന്ന്. ഞങ്ങൾ പലപ്പോഴും വലുതാകാനുള്ള യുദ്ധത്തിൽ മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് പലതും നഷ്ടമായത്? സ്നേഹം നഷ്ടമായത്, കൂട്ടുകെട്ടുകൾ നഷ്ടമായത്, സുഹൃത്ത് ബന്ധങ്ങൾ നഷ്ടമായത്. ഓ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസത്തെ സ്നേഹത്തോടെ ഞങ്ങൾ സ്മരിക്കുമ്പോൾ അങ്ങയെപ്പോലെയാകാൻ അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. അങ്ങയെപ്പോലെയാകാൻ ചെറുതാകലിൻ്റെ മഹത്വം അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അങ്ങയെപ്പോലെയാകാൻ അങ്ങ് പഠിപ്പിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരണമേ. സ്നേഹത്തോടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം,
ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം? ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം? ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം? ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? പിറ്റേ ദിവസം കുരിശിൽ സംഭവിക്കേണ്ടതെല്ലാം തലേ രാത്രിയിൽ അവൻ ശിഷ്യർക്കായി ഭക്ഷണമായി വിളമ്പുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ലായിരുന്നു അവരിൽ പലർക്കും. ഈശോയെ, പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹവും കരുതലും ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങയുടെ കുരിശിനെ സ്വീകരിക്കാൻ ഞങ്ങൾ മടിക്കുന്നത്. ഞങ്ങൾ വളരെ അധികം തളർന്നു പോകുന്നത്. ഏതെങ്കിലും തെറ്റുകളിൽ പെടുമ്പോൾ ഞങ്ങൾ നഷ്ടധൈര്യരായി മാറുന്നത് അതുകൊണ്ടാണ്. ഞങ്ങളെ ഒരിക്കലും ശിക്ഷിക്കുന്ന ദൈവമല്ലല്ലോ ഞങ്ങളുടെ കർത്താവ്. ഞങ്ങൾ വീണുപോയാലും വീണവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ ഈശോ. ഞങ്ങൾ വേണ്ട എന്ന് വെച്ചാലും ഞങ്ങളെ വേണ്ട എന്ന് വെക്കാത്തൊരു ദൈവമാണല്ലോ ഞങ്ങളുടെ ഈശോ. ഞങ്ങൾ തള്ളി മാറ്റിയാലും ഞങ്ങളെ തള്ളിമാറ്റാത്ത ഈശോ ആണല്ലോ ഞങ്ങളുടെ ദൈവം. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് പതിപ്പിക്കാം. മനസ്സും ശരീരവും നമുക്ക് പതിപ്പിക്കാം. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ എന്ന വിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും: അവനെ നോക്കി നോക്കി നമ്മുടെ കണ്ണുകളിലെ പാപക്കറകൾ മായ്ച്ചു കളയണം. അവനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഹൃദയത്തിലെ പാപക്കറകൾ മായ്ച്ചു കളയണം. അവനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവൻ്റെ മുമ്പിലായിരുന്ന കരചരണങ്ങളിലെ അശുദ്ധിയെല്ലാം മായ്ച്ചു കളയണം. ഈശോയെ, ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ പുതുക്കി പണിയണമേ. ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ നോക്കിയിരിക്കാം. അവനെ നോക്കിയിരുന്ന സകല വിശുദ്ധരോടും ചേർന്ന് അവനെ മാത്രം നമുക്ക് നോക്കിയിരിക്കാം. അവൻ നമ്മളെ നോക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ രണ്ടു പേരുടെയും കൺപോളകൾക്കിടയിൽ കൃഷ്ണമണിയിൽ പരസ്പരം കാണാൻ കഴിയും. അതെ, അവൻ നമ്മളെ നോക്കുന്നു, ഞാൻ അവനെയും. ഈശോ, എന്നിലേക്ക് വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവക്കുഞ്ഞാടേ
വെളിപാട് പുസ്തകത്തിൽ ദിവ്യ കുഞ്ഞാടിനെ ധ്യാനിച്ച് യോഹന്നാൻ ഇങ്ങനെ എഴുതി: കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ തിന്മയുടെ മേൽ വിജയം വരിച്ചു. ഇനി മുതൽ മനുഷ്യൻ വിജയം കരസ്ഥമാക്കേണ്ടത് കുരിശിൽ മരിച്ച പെസഹ കുഞ്ഞാടിൻ്റെ ശക്തിയിലാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് ഇവനെപ്പോലെ മറ്റാരും ഇവന് മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. അന്ന് അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസഹാക്കിനെ കൊണ്ട് മോറിയ മല കയറിയപ്പോൾ ഇസഹാക്കിന് പകരം ഒരാടിനെ മുൾപടർപ്പിൽ പിതാവായ ദൈവം സൂക്ഷിച്ചു വെച്ചു. എന്നാൽ ഈശോ കുരിശുമരവുമായി കാൽവരിയിലേക്ക് ചെന്നപ്പോൾ ഒരാടും അവന് പകരമുണ്ടായില്ല. എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അത് നൽകാതിരുന്നത്? ഈശോയെ, ഞങ്ങൾ അറിയുന്നു, അങ്ങേക്ക് മുമ്പോ അങ്ങേക്ക് ശേഷമോ അങ്ങയെപ്പോലൊരു കുഞ്ഞാടുണ്ടായിട്ടില്ല. പാപക്കര കഴുകുന്ന കുഞ്ഞാട്, പെസഹ കുഞ്ഞാട്, മാനവകുലത്തിൻ്റെ രക്ഷയുടെ അച്ചാരമായ കുഞ്ഞാട്, സകല തലമുറകളുടെയും വീണ്ടെടുപ്പിൻ്റെ കാരണമായ കുഞ്ഞാട്, ശാപക്കെട്ടുകൾ മുഴുവൻ അഴിയുന്ന രക്തത്തിൻ്റെ കുഞ്ഞാട്, ഓ സ്വർഗത്തിലെ പിതാവിൻ്റെ ഏകജാതനായ കുഞ്ഞാട്, കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളെല്ലാവരും ഈ ദിവസം കഴുകപ്പെടട്ടെ. അവൻ്റെ പെസഹായിൽ ഞങ്ങളെല്ലാവരും പങ്കുകാരാകട്ടെ. അങ്ങനെ രക്ഷയിൽ ഞങ്ങളെല്ലാവരും അങ്ങയുടെ രക്ഷ സ്വന്തമാക്കുന്നവരാകട്ടെ. ഈശോയെ, ഞങ്ങളിലേക്ക് വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ രക്തത്താൽ നമ്മളും നമ്മുടെ തലമുറകളും നമ്മുടെ പ്രിയപ്പെട്ടവർ മുഴുവൻ ഈ ദിവസം മുദ്രിതമാകട്ടെ. കുരിശിൻ്റെ ശക്തിയാൽ എല്ലാവരും മുദ്രിതമാകട്ടെ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദിനുമന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ആദിനുമന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ആദിനുമന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നീ പോകാൻ സമയത്ത് നിന്റെ ആഗമനം വരെ, രണ്ടാമത്തെ ആഗമനം വരെ കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തന്ന സമ്മാനമാണല്ലോ ദിവ്യകാരുണ്യം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. കൂടുമ്പോഴൊക്കെ ചെയ്യണം, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചെയ്യണം, എല്ലാ സഭകളിലും ഇത് ചെയ്യണം. അവൻ്റെ രണ്ടാമത്തെ ആഗമനം വരെയും ഇത് ആവർത്തിക്കണം. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ പരസ്യമായി ആരാധിക്കാൻ കഴിയാതെ, അങ്ങയെ വണങ്ങാൻ കഴിയാതെ നിലകൊള്ളുന്ന എല്ലാ വ്യക്തികളെയും സമൂഹങ്ങളെയും വിഭാഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ ഞങ്ങൾ തരുന്നു. അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി കൂടി ഈശോയെ, ഈ പെസഹാ ദിനത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വണങ്ങാത്തവർക്ക് വേണ്ടി കൂടി ദിവ്യകാരുണ്യ യേശുവേ, ഈ പെസഹാ ദിനത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ വേണ്ട എന്ന് വെക്കുന്നവർക്ക് വേണ്ടി കൂടി
ഈ അനുഗ്രഹീത ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയെ ഞങ്ങൾക്ക് വേണമെന്ന്. ഈശോയെ, ആദം മുതൽ അവസാന മനുഷ്യൻ്റെ പാപം വരെയും ഏറ്റെടുത്ത് യാഗമായി തീർന്നവനെ അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കാൻ, അങ്ങയുടെ പാനപാത്രത്തിൽ നിന്ന് വാങ്ങി സ്വീകരിക്കാൻ എല്ലാ സഭാവിഭാഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങൾ ലോകത്തിലുടനീളം നീ പുനരാവർത്തിക്കണമേ. സഭയ്ക്ക് അങ്ങനെ ഒരു വസന്തം ഉണ്ടാകട്ടെ, ലോകത്തിലൊരു വസന്തം ഉണ്ടാകട്ടെ. അൾത്താരകളിൽ വാഴുന്നവൻ ജീവിക്കുന്ന കർത്താവാണെന്ന് മാനവകുലം അങ്ങനെ അറിയട്ടെ. ജനതകളെല്ലാം അങ്ങയിലേക്ക് കടന്നു വരട്ടെ. ശൂന്യമായ അൾത്താരകളിലെല്ലാം ബലികൾ ആവർത്തിക്കപ്പെടട്ടെ. ശൂന്യമായ ഇരിപ്പിടങ്ങളിലെല്ലാം ദൈവജനം വന്നു കൂടട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസം സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പെസഹ കുഞ്ഞാടിനെ ഞങ്ങൾ ആരാധിക്കുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഞങ്ങൾ ആരാധിക്കുന്നു, തകർക്കപ്പെട്ട ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങളോടൊപ്പം സഹിക്കുന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മാനവകുലത്തിൻ്റെ പ്രതീക്ഷയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. മരണത്തെ തോൽപ്പിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹത്തോടെ നമുക്ക് ഹൃദയത്തിൽ പറയാം. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു, അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന യേശു, അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടെ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടെ ആരാധിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഹൃദയവും മനസ്സും തുറന്ന് ദിവ്യകാരുണ്യ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നാഥനായി പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് നമുക്കവൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നുവെന്ന് ഹൃദയത്തിൽ പറയുകയും ചെയ്യാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ
ും